ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാരെയും KCR ലൈവിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 3ാമത്തെ പാഠമാണ്. പാഠത്തിൻ്റെ പേര് കേരളം മണ്ണും മഴയും മനുഷ്യനും എന്നതാണ്. അപ്പോൾ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ് മുഴുവൻ പാഠഭാഗങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 1, 2 പാഠഭാഗങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരാണെങ്കിൽ കാണുക, നോട്ട്സൊക്കെ എഴുതിയെടുത്ത് പഠിക്കുക. ഡെയിലി കറണ്ട് അഫയേഴ്സ് നോട്ട്സ് ആവശ്യമുള്ളവർ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ പാഠത്തിലേക്ക് പോകാം. 3ാമത്തെ പാഠമാണ് കേരളം മണ്ണും മഴയും മനുഷ്യനും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് കേരളവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യങ്ങൾ, അതുപോലെ തന്നെ കേരളത്തിൻ്റെ കാർഷിക രംഗം, ഇതൊക്കെ പറയുന്ന നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോകാം. പച്ചക്കറികളും ഭക്ഷ്യധാന്യങ്ങളുമൊക്കെ നമുക്ക് തന്നെ കൃഷി ചെയ്തുകൂടെ? ഇതിന് എന്തൊക്കെയാണ് അടിസ്ഥാന ഘടകങ്ങളായിട്ട് വേണ്ടത്? അപ്പം പച്ചക്കറികളും ഭക്ഷ്യധാന്യങ്ങളൊക്കെ കൃഷി ചെയ്യുമ്പോൾ അടിസ്ഥാന ഘടകങ്ങളായിട്ട് വേണ്ടത് എന്തെല്ലാം ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നോക്കാം. എന്ത് വേണം? വളക്കൂറുള്ള മണ്ണ് വേണം, അനുയോജ്യമായ കാലാവസ്ഥ, ജലലഭ്യത, മനുഷ്യൻ്റെ അധ്വാനം. അപ്പോൾ 4 കാര്യങ്ങളാണ് പച്ചക്കറികളും ഭക്ഷ്യധാന്യങ്ങളും കൃഷി ചെയ്യാൻ ആവശ്യമുള്ള അടിസ്ഥാന ഘടകങ്ങളായിട്ട് പറയുന്നത്. എന്തൊക്കെയാണ്? വളക്കൂറുള്ള മണ്ണ്, അനുയോജ്യമായ കാലാവസ്ഥ, ജലലഭ്യത, മനുഷ്യൻ്റെ അധ്വാനം. ഇനി ഇവിടെ നോക്കുക. കേരളത്തിലേക്ക് പച്ചക്കറികളും പൂക്കളും പല വ്യഞ്ജനങ്ങളും എത്തിക്കുന്നതിൽ തമിഴ്നാടാണ് മുന്നിൽ. അപ്പോൾ എന്തൊക്കെയാണ് തമിഴ്നാട് മുന്നിലുള്ളത്? പച്ചക്കറി, പൂക്കൾ, പല വ്യഞ്ജനങ്ങൾ. ഇതൊക്കെ കേരളത്തിലേക്ക് എത്തിക്കുന്നതിൽ ഒന്നാമതുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ തമിഴ്നാടിനെയും കേരളത്തെയും ഒന്ന് കമ്പയർ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു കമ്പാരിസണിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ നോക്കുക. കേരളത്തിലും തമിഴ്നാട്ടിലും ഏതാണ്ട് ഒരേ തരത്തിലുള്ള മണ്ണിനങ്ങളാണുള്ളത്. ഏതാണ്ട് ഒരേ തരത്തിലുള്ള മണ്ണിനങ്ങളാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ഉള്ളത്. എന്നാൽ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണെന്ന് നമുക്ക് അറിയാമല്ലോ. ഏതാണ്? എക്കൽ മണ്ണാണ്. ഈ എക്കൽ മണ്ണ് എവിടെയാണ് കൂടുതലുള്ളത്? കേരളത്തിലാണ് ഉള്ളത്. അപ്പോൾ കൃഷിയിൽ ഉൽപ്പാദനത്തിൽ കൂടുതൽ തമിഴ്നാടാണെങ്കിലും കൃഷിക്ക് അനുയോജ്യമായ എക്കൽ മണ്ണ് കൂടുതൽ എവിടെയാണുള്ളത്? നമ്മുടെ കേരളത്തിലാണുള്ളത്. ഇനി നോക്കുക. മഴയുടെ ലഭ്യതയാകട്ടെ കേരളം തമിഴ്നാടിനേക്കാൾ ഏറെ മുന്നിലാണ്. അപ്പോൾ എക്കൽ മണ്ണ് കൂടുതൽ കേരളത്തിലാണ്, മഴയുടെ ലഭ്യത തമിഴ്നാടിനേക്കാൾ ഏറെ മുന്നിലാണ് കേരളം. എന്നാലും ഉൽപ്പാദനത്തിൽ ആരാണ് മുന്നിൽ? തമിഴ്നാടാണ് മുന്നിൽ എന്നൊരു വസ്തുതയാണ് ഇവിടെ നമ്മോട് പറഞ്ഞു തരുന്നത്. അടുത്ത പോയിന്റിലേക്ക് പോകുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് കാർഷിക ഇനങ്ങൾ പറയുന്നത്: തെങ്ങ്, നെല്ല്, മരച്ചീനി, ചേന, കാച്ചിൽ തുടങ്ങിയ വിളകളെ കൂടാതെ കുരുമുളക്, ഇഞ്ചി, ഏലം തുടങ്ങിയ സുഗന്ധ വിളകളും വളരുന്നതിന് അനുകൂല സാഹചര്യങ്ങളുള്ള നാടാണ് കേരളം. അപ്പോൾ കേരളത്തിൽ ഏതെല്ലാം വിളകൾക്കാണ് അനുകൂല സാഹചര്യങ്ങളുള്ളത്? തെങ്ങ്, നെല്ല്, മരച്ചീനി, ചേന, കാച്ചിൽ തുടങ്ങിയ വിളകളെ കൂടാതെ കുരുമുളക്, ഇഞ്ചി, ഏലം. അപ്പോൾ ഇതിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യമാണ് കേരളത്തിൽ ഉള്ളത്. ഇനി ഇവിടെ നമുക്ക് കേരളത്തിൻ്റെ ഭൂപ്രകൃതി വൈവിധ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തിരിക്കാമെന്ന് മുൻ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നൊക്കെ തരംതിരിച്ചിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞതാണ്. ഇനി ഇവിടെ നോക്കുക. മലനാടിനെ കുറിച്ച് പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക. കേരളത്തിൽ കിഴക്കൻ പ്രദേശങ്ങൾ, അല്ലേ? കേരളത്തിൻ്റെ ഭൂപടം എടുത്താൽ നമുക്കറിയാം പടിഞ്ഞാറ് അറബിക്കടലാണ്. അപ്പോൾ കിഴക്കൻ പ്രദേശങ്ങളാണ് കേരളത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മലനാട്ടിൽ മഴയും മഞ്ഞും തണുപ്പും ഏറെയാണ്. നമുക്കറിയാം, അല്ലെ? ഇടുക്കി, വയനാടൊക്കെ പോലുള്ള പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ കേരളത്തിൻ്റെ മലനാടിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അവിടെ മഴയുണ്ട്, മഞ്ഞുണ്ട്, തണുപ്പൊക്കെ വളരെ കൂടുതലാണ്. സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വത നിരയുടെ ഭാഗമാണ് ഇവിടെ. അപ്പം സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിലാണ് മലനാട്. അതുപോലെ തന്നെ സഹ്യപർവ്വത നിരകളുടെ ഭാഗം തന്നെയാണ് മലനാട്. ഇവിടെ കൃഷി ചെയ്യുന്ന ഏലം,
തേയില എന്നീ വിളകളാണ് ചിത്രത്തിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഏലവും തേയിലയൊക്കെ കൊടുത്തിട്ടുണ്ട്. നോക്കാം, ഈ വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ചുവടെ ചേർക്കുന്നു. അപ്പോൾ ഏലം, തേയില നമ്മുടെ മലനാട് പ്രദേശത്ത് കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 വിളകളാണ്. അപ്പോൾ ഈ ഏലത്തിൻ്റെയും തേയിലയുടെയും കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ നോക്കാം. എന്താണ്? താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ്. നമുക്ക് അറിയാം, ഈ മലനാട് എന്ന് പറഞ്ഞാൽ മഞ്ഞും മഴയൊക്കെ ഉൾപ്പെടുന്ന അതൊക്കെ ധാരാളമായിട്ട് ലഭ്യമാകുന്ന പ്രദേശങ്ങളാണ്. അവിടെ വളരെയധികം തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരിക്കണം. ധാരാളമായി ലഭിക്കുന്ന മഴ വേണം. ഈ നമ്മുടെ ഏലം അതുപോലെ തന്നെ തേയിലയൊക്കെ കൃഷി ചെയ്യാൻ ധാരാളമായിട്ട് മഴ ലഭിക്കണം. നീർവാർച്ചയുള്ള മണ്ണും ആയിരിക്കണം. അപ്പം നമ്മൾ എന്താ പഠിച്ചത്? മലനാടിൻ്റെ മലനാട് എന്ന പ്രദേശത്തിൻ്റെ മണ്ണിൻ്റെ സവിശേഷത അല്ലെങ്കിൽ ഏലം അതുപോലെ തന്നെ തേയില ഇവ രണ്ടും കൃഷി ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് പറഞ്ഞു വരുന്നത്. താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരിക്കണം. ധാരാളമായി ലഭിക്കുന്ന മഴ വേണം. അതുപോലെ തന്നെ നീർവാർച്ചയുള്ള മണ്ണും ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ പറയുന്നതിന് മുമ്പ് ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. അവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ്, ശ്രദ്ധിക്കാം. അയർലൻഡ് സ്വദേശിയായ ഇദ്ദേഹം ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് നമുക്കറിയണം. ജോൺ ജോസഫ് മർഫിയാണ്. ജോൺ ജോസഫ് മർഫിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. പേര് മറന്നു പോകരുത്. ജോൺ ജോസഫ് മർഫി. അപ്പോൾ അയർലൻഡ് സ്വദേശിയാണ് അദ്ദേഹം. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ്. അപ്പോൾ ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവാണ് ജോൺ ജോസഫ് മർഫി. അദ്ദേഹം സുഹൃത്തുക്കളോടൊപ്പം പെരിയാറിൻ്റെ തീരത്ത്, ഏത് നദിയുടെ തീരത്താണ്? പെരിയാറിൻ്റെ തീരത്ത് ആലുവയ്ക്കടുത്തായി 1902 റബ്ബർ കൃഷി തുടങ്ങി. കുറേ പോയിന്റ്സ് ഉണ്ട്, പഠിച്ചു വെക്കണേ. എന്തൊക്കെയാണ് പറഞ്ഞത്? റബ്ബർ കൃഷിയുടെ, ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് ജോൺ ജോസഫ് മർഫി. അദ്ദേഹം എവിടെയാണ് റബ്ബർ കൃഷി ആദ്യമായിട്ട് ആരംഭിച്ചത്? പെരിയാറിൻ്റെ തീരത്താണ്. ഏത് സ്ഥലത്താണ്? ആലുവയ്ക്കടുത്താണ്. വർഷം ഏതാണ്? 1902. ഇനി എന്തൊക്കെയാണ് പറയുന്നത്? അങ്ങനെ 1902 അദ്ദേഹം റബ്ബർ കൃഷി തുടങ്ങി. പിന്നീട് അദ്ദേഹം കോട്ടയം ജില്ലയിലെ, എവിടെയാണ്? കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാറിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചു. അപ്പോൾ ആദ്യമായിട്ട് കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചതും ആര് തന്നെയാണ്? ജോൺ ജോസഫ് മർഫിയാണ്. ഇതെവിടെയാണ്? കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തിനടുത്തുള്ള ഏന്തയാർ എന്ന് പറയുന്ന സ്ഥലത്താണ് വാണിജ്യാടിസ്ഥാനത്തിൽ കേരളത്തിൽ ആദ്യമായിട്ട് റബ്ബർ കൃഷി വരുന്നത്. അതുപോലെ തന്നെ കേവലം ഒരു പ്ലാന്റർ മാത്രമായിരുന്നില്ല മർഫി. തൊഴിലാളികൾക്കായി പെൻഷൻ ആനുകൂല്യങ്ങൾ, നാട്ടുകാർക്കായി വിദ്യാലയങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവ അദ്ദേഹം പണിത് നൽകിയെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും മടങ്ങി വരാം. ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ഇപ്പം ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ സുഗന്ധവിളകൾക്കും തേയില, കാപ്പി തുടങ്ങിയവയ്ക്കും അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അപ്പം മലനാടിൽ ഏതൊക്കെ വിളകൾക്കാണ് അനുയോജ്യമായ കാലാവസ്ഥയുള്ളതെന്ന് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് പറഞ്ഞത്? ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, അതുകൂടാതെ തേയില, കാപ്പി. അപ്പോൾ ഇതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ് എവിടെയുള്ളത്? മലനാട് പ്രദേശത്ത് ഉള്ളത്. ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നും ലഭിക്കുന്ന സുഗന്ധവിളകളുടെ പെരുമയാണ് കേരളത്തെ വിദേശികളുടെ പ്രിയപ്പെട്ട ഇടമാക്കിയതെന്ന് ചരിത്രം പറയുന്നു. അപ്പം ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്, ഇങ്ങനെയുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ ധാരാളം ലഭിക്കുന്നത് കൊണ്ടാണ് വിദേശികൾ കേരളത്തിലേക്ക് വരാൻ കാരണമെന്ന് പറയുന്നു. എന്നാൽ കേരളത്തിൻ്റെ കാലാവസ്ഥയിലും ഭൂവിനിയോഗത്തിലും വന്ന മാറ്റങ്ങൾ ഈ മേഖലയിലെ കാർഷിക ഉൽപ്പാദനത്തെ ഏറെ ബാധിച്ചിട്ടുണ്ട്. അപ്പം ആ കാലഘട്ടത്തിലുള്ളതുപോലെയല്ല ഇന്ന് ഈ മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? അന്നത്തേതുപോലുള്ള ഉൽപ്പാദനം നമുക്ക് അല്ലെങ്കിൽ വിളവ് ഇവിടുന്ന് ലഭിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? കേരളത്തിൻ്റെ കാലാവസ്ഥയിലുള്ള മാറ്റം, അതുപോലെ തന്നെ ഭൂവിനിയോഗത്തിലുള്ള മാറ്റം കാരണം നമുക്ക് അന്നത്തേതുപോലുള്ള ഉൽപ്പന്നം ഇന്ന് ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി ഇടനാടിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. തീരപ്രദേശത്തിനും മലനാടിനും ഇടയിലാണ് ഇടനാട്, അറിയാമല്ലേ? അപ്പം ഏറ്റവും ഉയർന്ന പ്രദേശമാണ് മലനാട്. സമുദ്രനിരപ്പിനോട് ചേർന്നുള്ള ഭാഗമാണ് തീരപ്രദേശം. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ളതാണ് എന്ത്? മലനാട് എന്ന് പറയുന്നത്. അപ്പോൾ ഇടനാട് ഇടയിലുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും അധികം വിള വൈവിധ്യമുള്ള പ്രദേശമാണിത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിള വൈവിധ്യമുള്ളത്. അപ്പോൾ നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം മലനാട് എന്ന് പറഞ്ഞാൽ വളരെ ഉയർന്ന പ്രദേശമാണ്, താഴ്ന്ന അല്ലെങ്കിൽ അവിടുത്തെ ചൂട് വളരെ കുറവാണ്, ഉയർന്ന മഴ വേണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങളായതുകൊണ്ട് വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ തീരപ്രദേശത്തേക്ക് വന്നാലും അവിടെ
സമുദ്രത്തോട് ചേർന്ന പ്രദേശമാണ്. അതുകൊണ്ട് എല്ലാ വിളകളും അല്ലെങ്കിൽ വൈവിധ്യമാർന്ന വിളകൾ അവിടെയും കൃഷി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിള വൈവിധ്യമുള്ള പ്രദേശം ഏതാണ്? ഇടനാടാണ്. ഭക്ഷ്യധാന്യങ്ങൾ, അപ്പോൾ എന്തൊക്കെയാണ് അവിടെ ലഭ്യമാകുന്നത്? ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ തുടങ്ങിയവ ഇടനാട്ടിലെ വിള വൈവിധ്യത്തിൻ്റെ ഭാഗമാണ്. ഭക്ഷ്യധാന്യങ്ങളുണ്ട്, പച്ചക്കറികളുണ്ട്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇവയെല്ലാം ഇവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇടനാട് എന്ന് പറയുന്ന പ്രദേശത്ത് കൃഷി ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട്. നമുക്ക് ധാരാളമായി ലഭിക്കുന്ന മഴ, അതുപോലെ തന്നെ ഈ മേഖലയിലെ ചെറുകുന്നിൻ പ്രദേശങ്ങളിലെ ലാറ്ററൈറ്റ് മണ്ണിൻ്റെയും നദീതടങ്ങളിലെ എക്കൽ മണ്ണിൻ്റെയും സാമാന്യം കനത്ത ആവരണം തുടങ്ങി അനുകൂല ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണം. അപ്പം വിളവൈവിധ്യമുള്ളത് എവിടെയാണ്? ഇടനാട്ടിലാണ്. ഇടനാട്ടിലെ വിളവൈവിധ്യത്തിൻ്റെ കാരണം എന്തൊക്കെയാണ്? ഒന്ന്, ധാരാളമായി ലഭിക്കുന്ന മഴയാണ്. പിന്നെന്താണ്? ലാറ്ററൈറ്റ് മണ്ണിൻ്റെയും എക്കൽ മണ്ണിൻ്റെയും ആവരണം. അതുപോലെ ഇതൊക്കെയാണ് ഇടനാട്ടിൽ വിളവൈവിധ്യത്തിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളായിട്ട് പറയുന്നത്. ഇനി നോക്കുക, കേരളത്തിലെ പ്രധാന വാണിജ്യ വിളയായ റബ്ബർ കൃഷി. കേരളത്തിലെ പ്രധാനപ്പെട്ട വാണിജ്യ വിളയാണ് ഏത്? റബ്ബർ കൃഷി. ഈ റബ്ബർ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായത് എവിടെയാണ്? ഇടനാടാണ്. അപ്പോൾ റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് ഇടനാടാണ്. അത് ഒരിക്കലും നമ്മുടെ മലനാടല്ല, അല്ലെ, കുന്നിന് മുകളിലല്ല, അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിലുമല്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഇടനാട്ടിലാണ് റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിലാണ് ഈ മേഖലയിൽ റബ്ബർ കൃഷി അല്ലെങ്കിൽ റബ്ബർ വ്യാപകമായി കൃഷി ചെയ്യാൻ തുടങ്ങുന്നത്. അതുവരെ മരച്ചീനി, കാച്ചിൽ, ചേന തുടങ്ങിയ കിഴങ്ങു വർഗ്ഗങ്ങളും പച്ചക്കറികളും വ്യാപകമായിട്ട് കൃഷി ചെയ്തിരുന്നു. അപ്പോൾ റബ്ബർ കൃഷി 20-ാം നൂറ്റാണ്ട് തുടക്കത്തിൽ വരുന്നു. അതിനു മുമ്പ് മരച്ചീനി, കാച്ചിൽ, ചേന തുടങ്ങിയവയൊക്കെയായിരുന്നു പ്രധാനമായിട്ടും ഇടനാട്ടിൽ കൃഷി ചെയ്തിരുന്നത്. ഏത്തവാഴ കൃഷിയും ഈ മേഖലയിൽ വ്യാപകമായിരുന്നു. അപ്പോൾ ഏത്തവാഴ കൃഷിയും ഈ മേഖലയിൽ ധാരാളമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇടനാടിൻ്റെ ഈ വിളവൈവിധ്യം അതിവേഗം റബ്ബറിന് വഴിമാറുകയാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് മരച്ചീനി, കാച്ചിൽ, ചേന, ഏത്തവാഴ ഇങ്ങനെ വൈവിധ്യമായ വിളകൾ ഇടനാടിൽ കൃഷി ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് അത് എന്തിന് വഴിമാറി? റബ്ബറിന് വഴിമാറി. പിന്നീട് പ്രധാനമായിട്ടും റബ്ബർ മാത്രം കൃഷി ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ മാറി. ചെറിയ കൃഷിയിടങ്ങൾ പോലും ഇന്ന് റബ്ബർ കൃഷിക്കായിട്ട് ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. ഒരിക്കൽ നട്ട് വിളവെടുപ്പ് തുടങ്ങിയാൽ ഏറെ കാലം വിളവ് ലഭിക്കുമെന്ന് റബ്ബറിൻ്റെ മേന്മയാണ്. അപ്പോൾ എന്താ റബ്ബറിൻ്റെ മേന്മ? ഒരിക്കൽ നട്ട് വിളവ് തുടങ്ങിയാൽ തന്നെ പിന്നെ ഏറെ കാലം വിളവ് ലഭിക്കും. നമുക്കിങ്ങനെ എപ്പോഴും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആ റബ്ബർ ഇങ്ങനെ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. വിളവ് ലഭിച്ചു തുടങ്ങിയാൽ പിന്നെ ഏറെ കാലം നമുക്ക് വിളവ് ലഭിക്കും എന്നത് ഏതിൻ്റെ മേന്മയാണ്? റബ്ബറിൻ്റെ മേന്മയാണ്. ഇനി ഇവിടെ നോക്കുക, നമ്മൾ തീരപ്രദേശത്തെ പറ്റി പറയുകയാണ്. സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരമില്ലാത്ത പ്രദേശമാണ് തീരപ്രദേശം. താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ മണ്ണിൻ്റെ നിക്ഷേപം നെൽകൃഷിക്കും അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിലെ ഉപ്പുരസമുള്ള എക്കൽ മണ്ണ് തെങ്ങ് കൃഷിക്കും ഏറെ അനുകൂലമാണ്. അപ്പോൾ എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യം എന്തിനു സഹായിക്കുന്നുണ്ട്? നെൽകൃഷിക്ക് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപ്പുരസമുള്ള എക്കൽ മണ്ണ് എന്തിനെ സഹായിക്കുന്നു? തെങ്ങ് കൃഷിയെയും സഹായിക്കുന്നു. അപ്പോൾ തീരപ്രദേശത്തെ പ്രധാനപ്പെട്ട രണ്ട് വിളകൾ ഏതൊക്കെയാണ്? നെല്ലും അതുപോലെ തന്നെ തെങ്ങുമാണ്. അപ്പം ഈ നെല്ലിന് അല്ലെങ്കിൽ നെൽകൃഷിക്ക് അനുയോജ്യമായത് എന്താണ്? എക്കൽ മണ്ണാണ്. എന്നാൽ ഉപ്പുരസമുള്ള എക്കൽ മണ്ണാണ് എന്തിന് അനുകൂലമായിട്ടുള്ളത്? തെങ്ങിന് അനുകൂലമായിട്ടുള്ളത് എന്നതും കൂടെ ശ്രദ്ധിക്കുക. അപ്പം മാറുന്ന ഭൂവിനിയോഗം, അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അഥവാ നമ്മൾ നേരത്തെ 1961, 1987, 2011 ഇങ്ങനെ വ്യത്യസ്ത വർഷങ്ങളിൽ നെല്ല്, മരച്ചീനി, തെങ്ങ്, റബ്ബർ ഇങ്ങനെ വിവിധ കാർഷിക വിളകൾക്ക് എത്രത്തോളം നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയും ഈ വ്യത്യസ്തമായിട്ടുള്ള വിളകൾക്ക് വേണ്ടി നമ്മൾ ഭൂമി ഉപയോഗിച്ചതിൻ്റെ അളവുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം എന്താ ഇവിടെ പറയുന്നുണ്ട്. നെല്ല്, മരച്ചീനി എന്നീ വിളകളുടെ കൃഷിയിൽ കുറവ് വരുമ്പോൾ റബ്ബർ കൃഷി എന്ത് ചെയ്തിട്ടുണ്ട്? വ്യാപകമായിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ മുൻ വർഷങ്ങൾ, പണ്ട് കാലത്ത് അല്ലെങ്കിൽ ഒരു 20-30 വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ നെല്ലും മരച്ചീനിയൊക്കെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? 20 വർഷം ആവേണ്ട, അല്പം വർഷങ്ങൾക്ക് മുമ്പ് വരെ നെല്ല്, മരച്ചീനിയൊക്കെ നന്നായി കൃഷി ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ ഏത് വഴിമാറി? റബ്ബറിന് വഴിമാറി. ഇപ്പോൾ റബ്ബർ കൃഷിയാണ് നെല്ല്, മരച്ചീനിയൊക്കെ പകരം കൂടുതലായിട്ടും ഇന്ന് കൃഷി ചെയ്യപ്പെടുന്നത് എന്ന കണക്കാണ് അവിടെ ആ ഒരു ബോക്സിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാനത്തിൻ്റെ ഭൂവിനിയോഗത്തിലും ഇക്കാലയളവിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുളങ്ങളും വയലുകളും മണ്ണിട്ട് നികത്തി മറ്റാവശ്യങ്ങൾക്കായി വിനിയോഗിക്കുന്നതും കുന്നിടിക്കലും കുന്നിൻ ചെരുവുകളിൽ അശാസ്ത്രീയമായി കൃഷി ചെയ്യുന്നതുമൊക്കെ ഇന്ന് കേരളത്തിൽ വ്യാപകമായിരിക്കുന്നു. അപ്പോൾ
എന്ന് ഭൂവിനിയോഗത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കേരളത്തിലെ ഭൂവിനിയോഗത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? കുളങ്ങളും വയലുകളും മണ്ണിട്ട് നികത്തുക, അതുപോലെ തന്നെ കുന്നിടിക്കൽ, കുന്നിൻ ചെരുവുകളിൽ അശാസ്ത്രീയമായ കൃഷിരീതി, ഇതൊക്കെ ഇന്ന് ഭൂവിനിയോഗത്തിലുള്ള പോരായ്മകളായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഇതാണ്: ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളാണ് പുതുതലമുറ രോഗങ്ങളായ രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, പ്രമേഹം എന്നിവയ്ക്ക് മുഖ്യ കാരണമായത്. ജീവിതശൈലി രോഗങ്ങൾ എന്നാണ് ഇവയെ പൊതുവെ പറയുന്നത്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഗ്രാമീണ ജീവിതത്തിൽ നിന്നും നഗര കേന്ദ്രീകൃതമായ ജീവിത രീതിയിലേക്ക് മാറിയ മലയാളി ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മാലിന്യ സംസ്കരണം. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയുന്നത് എന്താണ്? ഗ്രാമീണ ജീവിതത്തിൽ നിന്ന് നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് മലയാളികൾ മാറിയപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? മാലിന്യ സംസ്കരണമാണ്. നമുക്ക് മാലിന്യം ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കാൻ പറ്റുന്നില്ല എന്നൊരു വലിയ പ്രശ്നമാണ് ഗ്രാമീണ ജീവിതത്തിൽ നിന്നും നാഗരിക ജീവിതത്തിലേക്ക് മലയാളി മാറിയപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. ഗ്രാമങ്ങളിൽ പോലും മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഇന്നെന്താണ്? അപര്യാപ്തമാണ്. മാലിന്യം ദുർഗന്ധം വമിക്കാതെ സംസ്കരിക്കാൻ ഇന്ന് നിരവധി മാർഗങ്ങൾ പ്രചാരത്തിലുണ്ട്. വീട്ടിലെ മാലിന്യങ്ങളിൽ അഴുകി പൊടിയുന്നവ ഉപയോഗിച്ച് മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കാം. അപ്പോൾ മാലിന്യ സംസ്കരണത്തിനുള്ള ഒരു പരിഹാരമായിട്ട് ഇവിടെ പറയുന്ന കാര്യം എന്താണ്? മണ്ണിര കമ്പോസ്റ്റാണ്. അല്ലെങ്കിൽ വീട്ടിലെ മാലിന്യങ്ങളിൽ അഴുകിപ്പൊടിയുന്നവ ഉപയോഗിച്ച് അല്ലെങ്കിൽ അഴുകിപ്പൊടിയുന്നവയെ എങ്ങനെ സംസ്കരിക്കാമെന്ന് ചോദിച്ചാലും അതിനുള്ളൊരു ശാസ്ത്രീയ മാർഗമാണെന്ത്? മണ്ണിര കമ്പോസ്റ്റ് നിർമ്മിക്കുക എന്ന് പറയുന്നത്. ഇനി ഇവിടെ ബദലുകളെ കുറിച്ച് പറയുന്നുണ്ട്. കാർഷിക ബദലുകൾ: കൃഷി ചെയ്യുമ്പോൾ മണ്ണ് ഉപയോഗിക്കാതെ മറ്റേതൊക്കെ ബദൽ മാർഗ്ഗങ്ങൾ, മണ്ണ് ഉപയോഗിക്കാതെയുള്ള ബദൽ കൃഷി രീതികളെ പറ്റിയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. കൃഷി ചെയ്യണമെന്നുണ്ട്, പക്ഷേ മണ്ണില്ല. നഗരവാസികളുടെ സ്ഥിരം പരാതികളിൽ ഒന്നാണിത്. ഹൈഡ്രോപോണിക്സ് അതിനൊരു പരിഹാരമാണ്. അപ്പോൾ എന്താണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയാം? സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ധാതു ലവണങ്ങൾ വെള്ളത്തിൽ അലിയിച്ച് നൽകുകയാണ് ഇവിടെ. അപ്പോൾ ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ധാതു ലവണങ്ങൾ വെള്ളത്തിൽ അലിയിച്ച് നൽകുന്നതിനാണ് എന്ത് പറയുക? ഹൈഡ്രോപോണിക്സ് എന്ന് പറയുക. വേരുകൾക്ക് പടരാൻ തൊണ്ട്, ചരൽ തുടങ്ങിയ വസ്തുക്കൾ നൽകാവുന്നതാണ്. വളരെ കുറച്ച് സ്ഥലമുള്ളവർക്ക് പോലും വീട്ടിൽ പച്ചക്കറി തോട്ടം ഉണ്ടാക്കാൻ സഹായകമാണ് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്. അപ്പോൾ നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു? ഹൈഡ്രോപോണിക്സ് പറഞ്ഞു അല്ലേ? ജലത്തിലൂടെ നമ്മൾ പിന്നെ സസ്യങ്ങൾക്ക് ആവശ്യമുള്ള ലവണങ്ങളും മറ്റൊക്കെ നൽകുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. ഇവിടെ പറയുന്നത് എന്താണ്? നെറ്റ് ഫാമിംഗ് ആണ് കേട്ടോ. അപ്പോൾ നെറ്റ് ഫാമിംഗ് എന്ന് പറയുമ്പോൾ നെറ്റ് ഉപയോഗിച്ചുള്ള ഒരു ഫാമിംഗ് തന്നെയാണ്. എന്താണ്? മുളയിലോ കമ്പുകളിലോ വില കുറഞ്ഞ വല തന്നെ വലിച്ചു കെട്ടിയാണ് ഈ കൃഷി രീതി നടപ്പാക്കുന്നത്. അപ്പോൾ നമ്മൾ മുളയോ മറ്റൊക്കെ എന്ത് ചെയ്യും? ഇങ്ങനെ നാട്ടിയതിന് ശേഷം, കുഴിച്ചിട്ടതിന് ശേഷം അതിൽ നമ്മൾ ആ മുളകൾക്കിടയിൽ എന്ത് ചെയ്യുക? വല കെട്ടിയിട്ട് ആ വലയിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? കൃഷി. അതിലൂടെ ഇങ്ങനെ പടർന്നു പിടിക്കുന്ന സസ്യങ്ങളെയൊക്കെ വളർത്തുന്ന രീതിയാണ് വേർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഈ കൃഷി രീതി നടപ്പാക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ പയറും പാവലുമൊക്കെ മുകളിലേക്ക് പടരുന്നതിനാൽ സ്ഥലക്കുറവ് പ്രശ്നമാകുന്നില്ല. അപ്പം ഈ വേർട്ടിക്കൽ നെറ്റ് ഫാമിങ്ങിന് പറ്റുന്ന ഏതൊക്കെ വിളവുകളാണ്? പയർ, അതുപോലെ തന്നെ പാവലൊക്കെ നമുക്ക് വേർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ സർക്കാരിൻ്റെ പ്രോത്സാഹനം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. കേരളത്തിൻ്റെ കാർഷിക പാരമ്പര്യം തിരിച്ചുപിടിക്കാൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി സ്കീമുകളും സർക്കാർ തലത്തിലുണ്ട്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള അത്തരത്തിലുള്ള ഒരു സംരംഭമാണ്. അപ്പോൾ എന്താണ് VFPCK എന്ന് പറഞ്ഞാൽ? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളയാണ്. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശം എന്താണ്? കാർഷിക മേഖലയെ അല്ലെങ്കിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ കേരളത്തിൽ രൂപീകൃതമായിട്ടുള്ളൊരു സംരംഭമാണ്, ഒരു പ്രസ്ഥാനമാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള എന്ന് പറയുന്നത്. ഇതുകൂടാതെ നോക്കുക, പഴങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധവിളകൾ, കൂണിനങ്ങൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പ്രവർത്തിക്കുന്നത്. അപ്പം ഹോർട്ടിക്കൾച്ചർ മിഷൻ ഏതൊക്കെ വിളകളുടെ പ്രോത്സാഹനത്തിന് വേണ്ടിയാണ്? പഴങ്ങളുണ്ട്, പച്ചക്കറികൾ, സുഗന്ധവിളകൾ, കൂൺ ഇനങ്ങൾ, ഔഷധ സസ്യങ്ങൾ, ഇവയുടെയൊക്കെ പ്രോത്സാഹനത്തിന് വേണ്ടി, ഇവയുടെയൊക്കെ വളർച്ചയ്ക്ക് വേണ്ടി ആരംഭിച്ചത് എന്താണ്? ഹോർട്ടിക്കൾച്ചർ മിഷനാണ് കേട്ടോ. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനാണ് ഇവയുടെയൊക്കെ വികസനത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുക എന്നതും ഈ മിഷൻ്റെ ലക്ഷ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെയാണ്
പ്രസ്താവന രൂപത്തിൽ വരുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് പ്രസ്താവന രൂപത്തിലുള്ള ചോദ്യങ്ങളായിട്ട് വരിക. നന്നായിട്ട് ശ്രദ്ധിക്കുക. തേനീച്ച വളർത്തലും എന്തിൻ്റെ ലക്ഷ്യം തന്നെയാണ്? ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ലക്ഷ്യം തന്നെയാണ്. കൃഷി വകുപ്പും കുടുംബശ്രീ മിഷനും മറ്റു നിരവധി ഏജൻസികളും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൽ സർക്കാരിനെ സഹായിക്കുന്നുണ്ട്. കുടുംബശ്രീ ഉണ്ട്, അതുപോലെ തന്നെ കൃഷി വകുപ്പൊക്കെ എന്തിനു സഹായിക്കുന്നുണ്ട്? കൃഷിയുടെ പ്രോത്സാഹനത്തിന് സർക്കാരിനെ സഹായിക്കുന്ന ഏജൻസികളാണ്. ഇനിയുടെ അവസാനത്തെ പോയിന്റ് പറയുന്നുണ്ട്, ചിങ്ങം 1 കർഷക ദിനമാണ്. അപ്പോൾ ചിങ്ങം 1 കർഷക ദിനം. കേരളത്തിൽ ചിങ്ങം 1 കർഷക ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. കേരളത്തിലെ കാർഷിക രംഗം, കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളൊക്കെ ഇതിൽ ധാരാളം പറയുന്നുണ്ട്. നന്നായിട്ട് പഠിക്കുക, നോട്ട്സുകളൊക്കെ പ്രിപ്പയർ ചെയ്യുക. വീണ്ടും മറ്റൊരു ക്ലാസ്സുമായി കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.